بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله العلي العظيم. وقال سيدنا ومولانا محمد صلى الله عليه وسلم: خير القرون قرني ثم الذين يلونهم ثم الذين يلونهم. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك. يا مالكي كن شافعي في فاقتي إني فقير في الورى لغناك. يا سيد الثقلين يا كنز الورى جد لي بجودك فرضني برضاك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. സമാദരണീയരായ നമ്മുടെയൊക്കെ ഗുരുവര്യർ ഉസ്താദുൽ അസാത്തീദ് ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് അവർകളെ, ആദരണീയരായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളവർകൾ, ആദരണീയരായ ഉസ്താദ് മുഹമ്മദ് ഫൈലി, ബഹുമാനപ്പെട്ട ഈ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷൻ പുത്തനഴി മുഹ്യിദ്ദീൻ ഫൈസി ഉസ്താദ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ഉസ്താദുമാർ, നേതാക്കൾ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ, മറ്റു ശ്രോതാക്കൾ, ഈ പരിപാടി സെഷൻ അവസാനിപ്പിക്കുന്ന തൊട്ടു മുമ്പ് ഭക്ഷണത്തിനും നിസ്കാരത്തിനും എല്ലാവരും അക്ഷമരായി കാത്തു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു പ്രഭാഷണത്തിന്റെയും ക്ലാസിന്റെയും സമയമല്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട്. അതോടൊപ്പം ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട ഒരു വിഷയം എന്ന നിലക്ക് അത് അർഹിക്കുന്ന രീതിയിലല്ലെങ്കിലും വളരെ ചുരുങ്ങിയ സമയം മാത്രം ഉപയോഗപ്പെടുത്തി വേഗം ബെല്ലടിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും നിർത്തണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സാധിപ്പിച്ച് തരുമാറാവട്ടെ. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം മൗദൂദിസം എന്നതാണ്. സയ്യിദ് അബുൽ അല മൗദൂദിയിലേക്ക് ചേർത്തുകൊണ്ടാണ് ആ പ്രസ്ഥാനം തന്നെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്ഥാപകനും ആ പ്രസ്ഥാനം ആരുടെ പേരിലാണോ അറിയപ്പെടുന്നത് ആ വ്യക്തിയെ വളരെ കുറഞ്ഞ ഒരു പരിചയപ്പെടുത്തൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി വളരെ കുറച്ച് ചില കാര്യങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്. അദ്ദേഹം അബുൽ അല മൗദൂദി ഹസനി പരമ്പരയിൽ ജനിക്കുകയും മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഹസനിയായ ഒരു തങ്ങളാണ് അദ്ദേഹം അബുൽ അല മൗദൂദി. 1903 അഫ്ഗാനിലെ ചിസ്ത് എന്ന പട്ടണത്തിലാണ് അബുൽ അല മൗദൂദി ജനിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനെ പറ്റി പറയുമ്പോൾ ഉള്ളത് പറയണമല്ലോ, നമ്മൾ ഉള്ളത് മറച്ചു വെക്കുകയല്ല, വസ്തുതാപരമായി പറയുകയാണ്. അതുകൊണ്ട് തന്നെ അബുൽ അല മൗദൂദിയെയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെയും പരിചയപ്പെടുത്തുമ്പോൾ വ്യക്തിപരമായി ഒരു തങ്ങൾ എന്ന ഒരു ബഹുമാനം വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് പഠിപ്പിച്ചെന്ന ശൈലിയും
അബുൽ അഅ്ല മൗദൂദി 1903 അഫ്ഗാനിൽ ജനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ പിതാവിന്റെ വാത്സല്യത്തോടുകൂടി അഹ്മദ് ഹസൻ എന്ന എഴുത്തുകാരുടെ കുടുംബത്തിലും ജനിച്ച അദ്ദേഹം പിതാവിന്റെ വാത്സല്യത്തോടെ വളരുന്നതിനിടയിൽ ചെറുപ്പത്തിൽ തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ നല്ല മിടുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും 1920 തന്റെ പിതാവ് മരണപ്പെട്ടു. അങ്ങനെ കുടുംബപരമായ ഭാരം കൊണ്ട് അദ്ദേഹം ജോലിയിൽ വ്യാപൃതനാകാൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ജോലി എഴുത്തായിരുന്നു. അങ്ങനെ എഴുത്ത് തന്റെ ജീവിതോപാധിയായി കണ്ടെത്തിയ അബുൽ അഅ്ല മൗദൂദി ആ മേഖലയിൽ താൻ കണ്ടുപിടിച്ച ഒരാളാണ് നിയാസ് ഫത്ഹ്പൂരി എന്ന് പറയുന്ന പുത്തൻ ചിന്താഗതിക്കാരനും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഈ നിയാസ് ഫത്ഹ്പൂരിയാണ് തന്റെ ജീവിതയാത്രയിൽ തന്റെ എഴുത്തു മേഖലയിൽ തനിക്ക് ഗുരുവായും നിർദ്ദേഷ്ടാവായും അദ്ദേഹത്തിന് ലഭിച്ചത്. സ്വാഭാവികമായും ആ നിയാസ് ഫത്ഹ്പൂരിയിൽ സ്വാധീനമുണ്ടായ മനുഷ്യൻ അയാളുടെ ചിന്തകളും അയാളുടെ പുതുപുത്തൻ സ്വഭാവങ്ങളും ഈ മനുഷ്യനെ കടന്നുകൂടി എന്ന് മാത്രമല്ല, പിന്നീട് അതിനെ വെല്ലുന്ന പല ചിന്തകളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം പോയത്. തുടർന്ന് ഈ മേഖലയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം പോയത് എന്നതുകൊണ്ട് തന്നെ അബുൽ അഅ്ല മൗദൂദിയുടെ ജീവിതത്തിൽ ആമുഖമായി പറയട്ടെ, അദ്ദേഹത്തിന് വലിയൊരു സൗഭാഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണത്? ഗുരുമുഖത്തുനിന്ന് ദീൻ പഠിക്കുക എന്നൊരു സൗഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. വായന, അദ്ദേഹത്തിന്റെ എഴുത്ത് പരിപോഷിപ്പിക്കാൻ വേണ്ടി സമഗ്രമായ വായനയും എഴുത്തും അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിലും ഗുരുമുഖത്തുനിന്ന് ഇൽമു പഠിക്കുക എന്നത് വലിയ ഒരു സൗഭാഗ്യമാണ്. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇൽമു എന്നത് തഅല്ലുമ മുഖേനയാണ്. ഒരു ഗുരുമുഖത്തിൽ നിന്ന് ഇൽമു പഠിക്കുക എന്നത് ഇൽമ് അത് അസ്ലിയാവാൻ, പൈതൃകമാകാൻ അത് അനിവാര്യമാണ് എന്ന് ഈ ഹദീസിനെ അവലംബിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമുകൾ ചർച്ച ചെയ്യുന്നത് കാണാം. ഏറ്റവും ചുരുങ്ങിയ എക്സാമ്പിൾ പറഞ്ഞാൽ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ ഫത്താവൽ ഹദീസിയയിൽ അതുപോലെ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഇൽമ് ഒരു ഗുരുമുഖത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടത്. ആ ഒരു സൗഭാഗ്യം അബുൽ അഅ്ല മൗദൂദിക്ക് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ ജ്ഞാനം കൃത്യമായി അദ്ദേഹത്തിന് നേരായ മാർഗത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാതെ നിയാസ് ഫത്ഹ്പൂരിയുമായി ബന്ധപ്പെടുകയും അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ വ്യതിചലന അതുപോലെ പുത്തൻ ചിന്താഗതിയുമായുള്ള ആളുകളുമായുള്ള സഹവർത്തിത്വം മൂലം ആ രീതിയിലുള്ള വായനകൾ മുഖേനയാണ് അദ്ദേഹം വളർന്നു വന്നത്. ചുരുക്കി പറഞ്ഞാൽ 1932 അദ്ദേഹത്തിന്റെ വളർച്ചയിൽ തർജുമാനുൽ ഖുർആൻ എന്ന് പറഞ്ഞ സ്വയം കൃതി അദ്ദേഹം തുടങ്ങുകയും അദ്ദേഹം അതിന് ഓഫീസ് ഉണ്ടാക്കുകയും അതിന്റെ സജീവ പ്രവർത്തനവുമായി മുന്നേറുന്നതിനിടയിൽ 1941 ആഗസ്റ്റ് 25 രാവിലെ 8 മണിക്ക് തർജുമാനുൽ ഖുർആനിന്റെ ഓഫീസിൽ വെച്ച് 75 ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. 1941. ഇവിടെ പൈതൃകത്തിന്റെ നൂറ്റാണ്ട് എന്ന പ്രമേയമാണ് SYSന്റെ ഈ 60ാം വാർഷികത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം. കൃത്യമായും പറയട്ടെ, 1941 ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയെന്നതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാൻ നേതൃത്വം വഹിച്ചാൽ ദീനുൽ ഇസ്ലാം ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കാനോ യഥാർത്ഥ മാർഗത്തിൽ അറിയാനോ സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തൊരു വ്യക്തി ഉണ്ടാക്കിയെന്നതുകൊണ്ട് തന്നെ പൈതൃകത്തിൽ നിന്ന് കൃത്യമായും അത് മുറിഞ്ഞു പോവുകയാണ്. പൈതൃകം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി സമ്മേളിപ്പിക്കപ്പെട്ട ഈ മഹത്തായ 3 ദിവസത്തെ സമ്മേളനത്തിൽ ആദർശം എന്ന സെഷനിൽ നമ്മുടെ മനോഹരമായ പൈതൃകത്തിന്റെ നാൾവഴികൾ വിവരിച്ചതോടൊപ്പം പൈതൃകം മുറിഞ്ഞുപോയ, പൈതൃകം അവകാശപ്പെടാനില്ലാത്ത പ്രസ്ഥാനങ്ങളെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ അവസാനത്തെ വിഷയമാണ് മൗദൂദിസം എന്ന വിഷയവുമായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അബുൽ അഅ്ല മൗദൂദി സ്ഥാപിച്ച ഈ പ്രസ്ഥാനത്തിന് പൈതൃകത്തിന്റെ പാരമ്പര്യം, ഇസ്ലാമിന്റെ പൈതൃക പാരമ്പര്യം പറയാൻ യാതൊരു അവകാശവുമില്ല. കൃത്യമായും അളന്നു മുറിച്ച് വ്യക്തമാക്കി പറഞ്ഞാൽ 1945 ആഗസ്റ്റ് 25 രാവിലെ ഉണ്ടാക്കപ്പെട്ട സംഘടനയിൽ ആദ്യ സദസ്സിൽ വെച്ച് തന്നെ അബുൽ അഅ്ല മൗദൂദി പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. കൃത്യമായും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ദസ്തൂറെ അമൽ എന്ന് പറയുന്ന, ദസ്തൂർ ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദ് എന്ന് പറയുന്ന
ഉറുദു പുസ്തകത്തിൽ അത് പിന്നീട് ഉദ്ധരിക്കുകയും പല പുസ്തകങ്ങളിലും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്ത ആശയം, ആ ആശയം പറഞ്ഞുകൊണ്ടാണ് മൗദൂദിസം ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചത്. എന്തായിരുന്നു അത്? അദ്ദേഹം പറഞ്ഞത്, ഈ സംഘടനയിൽ മുസ്ലിം ഗ്രഹത്തിൽ ജാതമാവുകയോ മുസ്ലിം നാമത്തിൽ ജനിക്കുകയോ മുസ്ലിം നാമത്തിൽ അറിയപ്പെടുകയോ ചെയ്യുന്നവർ മുസ്ലിമാണെന്ന സങ്കല്പത്തിൽ ഒരാളെയും ഉൾപ്പെടുത്തുകയില്ല. അബ്ദുൽ കലാം മൗദൂദി സ്ഥാപിച്ച ആ സമയം 1941 ആഗസ്റ്റ് മാസം 28-ാം തീയതി 25-ാം തീയതി സ്ഥാപിച്ച ആ സദസ്സിൽ വെച്ച് 75 ആളുകളെ സാക്ഷി നിർത്തി അബ്ദുൽ കലാം മൗദൂദി പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്, നമ്മുടെ സംഘടനയിൽ ചേരണമെങ്കിൽ കേവലം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാൽ പോരാ, ഒരു മുസ്ലിമായ പിതാവിനോ മാതാവിനോ ജനിച്ചാൽ പോരാ, ഒരു മുസ്ലിമായി അറിയപ്പെട്ടാൽ പോരാ, അതുകൊണ്ട് ഈ സംഘടനയിൽ ചേർക്കൂല. മറിച്ച് ഈ സംഘടനയിൽ ചേർക്കണമെങ്കിൽ കലിമത്തു ഷഹാദത്ത് അർത്ഥമറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി നാവുകൊണ്ട് ഉച്ചരിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ മാത്രമേ ഈ സംഘടനയിലേക്ക് ചേർക്കുകയുള്ളൂ എന്ന് പാരമ്പര്യത്തിന്റെ മാല ഞാൻ എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചിടുന്നു. ഞാനൊരു പുതിയ ഇസ്ലാം സ്ഥാപിക്കുന്നു എന്നർത്ഥത്തിൽ പാരമ്പര്യ ഇസ്ലാം അതിന്റെ മാല തന്റെ കഴുത്തുനിന്ന് പൊട്ടിച്ചിട്ടുകൊണ്ട് ഒരു പുതിയ പ്രസ്ഥാനമായി, ഒരു പുതിയ ഇസ്ലാമായി, ഒരു പുതിയ മതമായി അബ്ദുൽ കലാം മൗദൂദി സ്ഥാപിച്ച പരിശുദ്ധ ഇസ്ലാമിനെതിരെ കൊണ്ടുവന്നൊരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നത്. ഇനി അതിനെപ്പറ്റി ഏറെ ചർച്ച ചെയ്യേണ്ടതില്ല, ഈ വൈകിയ വേളയിൽ തീരെ വേണ്ട. 1941 സ്ഥാപിച്ച ഈ സംഘടന പറയുന്നത് ഞങ്ങൾ പുതിയ മുസ്ലിമീങ്ങളാണ്, നേരത്തെയുള്ള മുസ്ലിമീങ്ങളല്ല. ഇസ്ലാമിന്റെ പൈതൃകവും പാരമ്പര്യവും ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, അത് വേണ്ട എന്ന് തികഞ്ഞ ദാഷ്ട്യത്തോടെ വാദിക്കുകയും ആ വാദത്തിൽ അടിത്തറയിട്ടുകൊണ്ട് സ്ഥാപിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. എന്നാൽ ഇസ്ലാമിന്റെ ഇത് സംബന്ധമായ കാഴ്ചപ്പാട് ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുഹിയുസ്സുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹു തന്റെ ശറഹ് മുസ്ലിമിൽ വിവരിക്കുന്ന ചെറിയൊരു വിവരണം ഞാൻ അതിന്റെ ആശയം മാത്രം സമയപരിമിതി മനസ്സിലാക്കി ഉദ്ധരിക്കുകയാണ്. ആരാണ് മുസ്ലിമായി മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിലുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു, ശാഫിഈ മദ്ഹബിന്റെ മുഹദ്ദിറായി അറിയപ്പെടുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹു, ശാഫിഈ മദ്ഹബിലെ അവസാന വാക്കായി അറിയപ്പെടുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? ഒരു മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ചവൻ അവൻ മുസ്ലിമാണ്. മാത്രമല്ല, മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾ മുസ്ലിമായാൽ തന്നെ ആ കുട്ടി മുസ്ലിമാണ്. ആ മുസ്ലിമായ മാതാവിലേക്കാണ് ചേർക്കപ്പെടുക, അല്ലെങ്കിൽ പിതാവിലേക്കാണ് ചേർക്കപ്പെടുക. മാതാപിതാക്കളിൽ പിതാവ് മുസ്ലിമാണ്, മാതാവ് കാഫിറാണ്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി അവർ. പ്രിയമുള്ളവരെ, കർണാടക സ്റ്റേറ്റിന്റെ പ്രഗത്ഭനായ ആരോഗ്യവകുപ്പ് മന്ത്രി UT ഖാദർ സാഹിബ് നമ്മുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കർണാടക സ്റ്റേറ്റ് ആരോഗ്യവകുപ്പ് മന്ത്രി UT അബ്ദുൽ ഖാദർ സാഹിബ് നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സംഘാടക സമിതിക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം ഒരു 10-15 മിനിറ്റും കൂടി ഞാൻ പ്രസംഗിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ മാതാപിതാക്കളിൽപ്പെട്ട ഒരാൾ അവർ മുസ്ലിമാണെങ്കിൽ അവരിലേക്ക് ചേർക്കപ്പെടണമെന്ന മതവിധി അതൊന്നും അറിയാത്ത പാവപ്പെട്ട അബ്ദുൽ കലാം മൗദൂദി അദ്ദേഹം പറയുന്നത്, ഉമ്മയും ഉപ്പയും മുസ്ലിമായാൽ പോലും, മുസ്ലിം നാമത്തിലും കുടുംബത്തിലും അറിയപ്പെട്ടാൽ പോലും എന്റെ ഈ മതത്തിലേക്ക് ചേർക്കണമെങ്കിൽ അയാൾ പുതുമുസ്ലിമായി പുതുകലിമ ചെല്ലണമെന്ന വാദമാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ സ്ഥാപകൻ ഒന്നാമത് മുന്നോട്ട് വെച്ചത്. രണ്ടാമത് നോക്കൂ, വിശദമായി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം തർജുമാനുൽ ഖുർആനാണ് തന്റെ പ്രബോധനത്തിന്റെ പ്രധാന മാധ്യമമായി സ്വീകരിച്ചത്. ഈ തർജുമാനുൽ ഖുർആൻ എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്താൻ അദ്ദേഹം വെച്ചുപുലർത്തുന്ന രണ്ടാമതൊരാശയം കൂടി അദ്ദേഹം പറയാം.
ഖുർആൻ പഠിനെ के लिए एक പ്രൊഫസർ കാഫി है. ഖുർആൻ പഠിക്കാൻ വേണമെങ്കിൽ ഒരു മുഫസ്സിറിന്റെ ആവശ്യമില്ല.